നമ്മളെല്ലാവരും കേട്ടും കണ്ടും ഒരുപാട് തവണ ഉപയോഗിച്ചും പരിചയമുള്ളൊരു ബ്രാൻഡിന്റെ കഥയാണിത്. അതെ, അമുലിന്റെ കഥ. പക്ഷേ ഇതൊരു സാധാരണ ബ്രാൻഡിന്റെ വിജയകഥയല്ല. മറിച്ച് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ കർഷകർ ഒരുമിച്ച് ചേർന്ന ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തതിന്റെ കഥയാണ്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഭീമൻ കമ്പനി. അതിന്റെ മുതലാളിമാർ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സൊന്നുമല്ല. പകരം ആ കമ്പനിക്ക് വേണ്ട സാധനങ്ങൾ വിതരണം ചെയ്യുന്ന 36 ലക്ഷം ആളുകൾ തന്നെയാണ് അതിന്റെ ഉടമസ്ഥർ. കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ തോന്നാം, അല്ലേ? പക്ഷേ അല്ല. ഇതാണ് അമുൽ. അമുലിന് പിന്നിലെ ആ ഒരു മാന്ത്രിക ആശയം ഇതുതന്നെയാണ്. അപ്പോ ഈ ഒരു വിപ്ലവകരമായ ആശയം എങ്ങനെയാണ് ഉണ്ടായത്? അതിനറിയാൻ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോകണം. അമുൽ ഉണ്ടാകുന്നതിന് മുൻപുള്ള കാലത്തേക്ക്, കർഷകർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിരുന്ന ആ കാലഘട്ടത്തിലേക്ക്. 1940കളിലെ ഗുജറാത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അവിടുത്തെ ക്ഷീരകർഷകർ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ചൂഷണത്തിനിരയായിരുന്നു. ഒരു വശത്ത് സ്വകാര്യ പാൽ വ്യാപാരികൾ, പിന്നെ വലിയൊരു ഇടനിലക്കാരുടെ ശൃംഖല, എല്ലാത്തിനും മുകളിൽ പോൾസൺ ഡെയറി എന്ന് പറയുന്നൊരു കമ്പനിയുടെ കുത്തക. കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പാലിന് ഇവർ പറയുന്ന തുച്ഛമായ വിലയെ കിട്ടുകയുള്ളൂ, വേറൊരു വഴിയുമില്ല. അതിലെ ഏറ്റവും വലിയ പ്രശ്നമെന്തായിരുന്നോ? അവർക്ക് ഒരുമിച്ച് നിന്ന് വിലപേശാനുള്ളൊരു ശക്തിയും ഇല്ലായിരുന്നു. ഒറ്റപ്പെട്ട കർഷകർ. അവരവരുടെ ഉൽപ്പന്നത്തിന് ഒരു നല്ല വില ചോദിച്ചു വാങ്ങാൻ പോലും അവർക്ക് പറ്റിയില്ല. കഷ്ടപ്പെടുന്നതൊക്കെ അവർ, പക്ഷെ അതിന്റെ ഗുണം കൊണ്ടുപോകുന്നത് വേറെ ചിലർ. പക്ഷേ എത്ര കാലം ഇങ്ങനെ സഹിക്കാൻ പറ്റും? അവസാനം ഈ ചൂഷണത്തിനെതിരെ പോരാടാൻ തന്നെ അവർ തീരുമാനിച്ചു. സഹായത്തിനായി അവരൊരു വലിയ നേതാവിനെ സമീപിച്ചു. ആ ഒരു അതാണ് ഈ കഥയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത്. അതെ, അവർ സഹായം ചോദിച്ചു ചെന്നത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ അടുത്താണ്. അദ്ദേഹം അവരോട് പറഞ്ഞത് ഇതാണ്: നിങ്ങളുടെ സ്വന്തം സഹകരണ സംഘം രൂപീകരിക്കുക. ആ ഡയറി നിങ്ങൾ തന്നെ അങ്ങ് നടത്തുക. ഇതൊരു സാധാരണ ഉപദേശമായിരുന്നില്ല. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾ തന്നെ മുന്നോട്ട് വരണം. അധികാരം നിങ്ങളുടെ കയ്യിലെടുക്കണം എന്നൊരു ആഹ്വാനമായിരുന്നു അത്. പട്ടേൽ വെറുതെ ഒരു ഉപദേശം കൊടുത്തു വിടുക അല്ല ചെയ്തത്. അവർക്ക് കൃത്യമായൊരു പ്ലാൻ തന്നെ കൊടുത്തു. എന്താ ചെയ്യേണ്ടത്? ഒന്നാമതായി, നിങ്ങളെല്ലാവരും ചേർന്ന് സ്വന്തമായിട്ട് ഒരു സഹകരണ യൂണിയൻ ഉണ്ടാക്കണം. 2, ഇടനിലക്കാരെ അങ്ങ് പൂർണ്ണമായി ഒഴിവാക്കുക. പാൽ നേരിട്ട് മാർക്കറ്റിൽ വിൽക്കുക. മൂന്നാമത്തേത്, ഏറ്റവും പ്രധാനം, ആ ഡയറിയുടെ ഉടമസ്ഥതയും നടത്തിപ്പും നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. ഇതായിരുന്നു ആ പ്ലാൻ. ആ വാക്കുകൾക്ക് കർഷകർക്ക് വലിയ ആവേശമാണ് കൊടുത്തത്. അവരത് അക്ഷരം പ്രതി അനുസരിച്ചു. അങ്ങനെ 1946-ൽ ചരിത്രത്തിലാദ്യമായി കൈര ജില്ലാ സഹകരണ പാൽ ഉൽപ്പാദക യൂണിയൻ രൂപീകരിക്കപ്പെട്ടു. ഈയൊരു ചെറിയ തുടക്കമാണ്. ഈ യൂണിയനാണ് പിന്നീട് നമ്മളെല്ലാവരും അറിയുന്ന അമുലായി മാറിയത്. ഓക്കെ, അപ്പോൾ ആശയം റെഡി, സംഘടനയും തുടങ്ങി. പക്ഷെ ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അത് നടപ്പിലാക്കാൻ കഴിവുള്ള ആളുകൾ വേണ്ടേ? ആ സംഘടനയെ ഒരു വൻ വിജയമാക്കി മാറ്റാൻ ചില ആളുകൾ മുന്നോട്ട് വരേണ്ടതുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ 2 പ്രധാനപ്പെട്ട ആളുകളെ പരിചയപ്പെടുന്നത്. ഒരാൾ ത്രിഭുവൻദാസ് പട്ടേൽ. കർഷകരെയെല്ലാം ഒരുമിച്ചു കൂട്ടാനും അവരെ സംഘടിപ്പിക്കാനും സർദാർ പട്ടേൽ തന്നെ ചുമതലപ്പെടുത്തിയ ആളാണ് അദ്ദേഹം. പിന്നെ വന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം. ഈയൊരു വലിയ ആശയത്തിനു വേണ്ട എല്ലാ സിസ്റ്റവും ടെക്നോളജിയും ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമായിരുന്നു. അപ്പോൾ എന്താണ് ഈ അമുൽ മോഡലിന്റെ പ്രത്യേകത? ഒരു സാധാരണ കമ്പനിയുമായി താരതമ്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. നോക്കൂ, അമുലിന്റെ ഉടമസ്ഥർ കർഷകർ തന്നെയാണ്. പക്ഷേ ഒരു സാധാരണ കമ്പനിയുടെ ഉടമസ്ഥർ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്. വോട്ടിങ്ങിന്റെ കാര്യമെടുത്താലോ, അമുലിൽ ഒരാൾക്ക് ഒരു വോട്ട്. പക്ഷേ മറ്റേടത്ത് അങ്ങനെയല്ല. എത്ര ഷെയറുണ്ടോ അതിനനുസരിച്ചായിരിക്കും വോട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാഭം. അമുലിൽ ലാഭം മുഴുവൻ കർഷകരിലേക്ക് തന്നെ തിരികെ പോകുന്നു. സാധാരണ കമ്പനികളിലോ അത് നിക്ഷേപകർക്ക് കിട്ടും. കണ്ടില്ലേ വ്യത്യാസം? ഗുജറാത്തിലെ ഒരു ജില്ലയിൽ തുടങ്ങിയ ഈ വിജയം അവിടെ മാത്രം ഒതുങ്ങി നിന്നില്ല. അതൊരു തീപ്പൊരിയായിരുന്നു. ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ധവള വിപ്ലവം, അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷൻ. ഈ യാത്രയുടെ പ്രധാന ഘട്ടങ്ങൾ നോക്കൂ. 1946-ലെ കർഷകർ യൂണിയൻ ഉണ്ടാക്കുന്നു. 3 വർഷം കഴിഞ്ഞ് 1949-ൽ ഡോക്ടർ കുര്യൻ വരുന്നു, കാര്യങ്ങളൊക്കെ മോഡേൺ ആക്കുന്നു. പിന്നെ 1970-ൽ ഈ അമുൽ മോഡൽ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനായി ഓപ്പറേഷൻ ഫ്ലഡ് എന്ന പേരിൽ ഒരു ഭീമൻ പദ്ധതി തന്നെ സർക്കാർ തുടങ്ങി. അമുലിന്റെ വിജയമാണ് അതിന് പ്രചോദനമായത്. അപ്പോ എന്തായിരുന്നു ഇതിന്റെയൊക്കെ ഒരു ഫലം? ഒന്നുമില്ല. ലോകത്തിലെ 1-ാം നമ്പർ. അതെ, ഓപ്പറേഷൻ ഫ്ലഡ് കഴിയുമ്പോഴേക്കും പാൽപ്പൊടി പോലും ഇറക്കുമതി ചെയ്തിരുന്ന നമ്മുടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമായി മാറി. അവിശ്വസനീയമായൊരു മാറ്റമായിരുന്നു അത്. ഇത് വെറും പാലിന്റെ കണക്കിലൊതുങ്ങുന്നൊരു വിജയമായിരുന്നില്ല. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം കുറയ്ക്കാൻ ഇത് ഒരുപാട് സഹായിച്ചു. ഏറ്റവും പ്രധാനമായി ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് സ്വന്തമായൊരു വരുമാനം കിട്ടി. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി. സാധാരണക്കാരായ നമുക്കോ
ന്യായമായ വിലയ്ക്ക് പാൽ കിട്ടാനും തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയായിരുന്നു അത്. അപ്പോ അതൊക്കെ ചരിത്രം. ഇനി നമുക്ക് ഇന്നത്തെ അമുലിനെക്കുറിച്ച് സംസാരിക്കാം. വെറുമൊരു ബ്രാൻഡ് എന്നതിനപ്പുറം എന്താണ് അമുൽ ഇന്ന് പ്രതിനിധീകരിക്കുന്നത്? ഈ സംഖ്യ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. 3.6 ദശലക്ഷം, അതായത് 36 ലക്ഷം കർഷക ഉടമകൾ. ഇന്ന് അമുലിനെ നിയന്ത്രിക്കുന്നത് ഈ 36 ലക്ഷം പേരാണ്. ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇതുപോലൊരു മോഡലുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ അമുൽ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ബട്ടറോ ഐസ്ക്രീമോ മാത്രമല്ല, അതൊരു പ്രതീകമാണ്. ഗ്രാമീണ ഇന്ത്യയുടെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകം. സാധാരണക്കാർ ഒരുമിച്ച് നിന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇതിലെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഇനി അടുത്ത തവണ നിങ്ങൾ കടയിൽ പോയി ഒരു അമുൽ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഈ കാര്യം ഒന്ന് ഓർത്താൽ മതി. നിങ്ങൾ കൊടുക്കുന്ന പൈസ ഏതെങ്കിലും വലിയ കമ്പനിയുടെ മുതലാളിയുടെ പോക്കറ്റിലേക്കല്ല പോകുന്നത്. അതിൻ്റെ ഒരു വലിയ പങ്ക് നേരെ പോകുന്നത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷകന്റെ കയ്യിലേക്കാണ്. ആ ഒരു ചിന്ത തന്നെ ഒരു സന്തോഷമല്ലേ? അപ്പോ ഈ അമുലിന്റെ കഥ നമ്മളെ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ് നിർത്തുന്നത്. ക്ഷീരമേഖലയിലെ കർഷകർക്ക് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് മറ്റു വ്യവസായങ്ങളിലും ഇത് സാധ്യമല്ല? ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് തന്നെ അതിന്റെ നിയന്ത്രണം കൊടുത്താൽ, ഇടനിലക്കാരെ ഒഴിവാക്കിയാൽ വേറെ ഏതൊക്കെ മേഖലകളെയാണ് നമുക്കിതുപോലെ മാറ്റിമറിക്കാൻ കഴിയുക? തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്.